കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം വിചിത്രവും എന്നാൽ അതീവ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റത്തിന്റെ നിഴലിലാണ് മുൻ മന്ത്രിയും എംഎൽഎയുമായ ആന്റണി രാജു ഇപ്പോൾ നിൽക്കുന്നത്. ഒരു വിദേശ പൗരനെ മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയെന്ന കേസ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ച തടവ് ശിക്ഷ സെഷൻസ് കോടതി താൽക്കാലികമായി മരവിപ്പിച്ചത് അദ്ദേഹത്തിന് ജയിൽവാസം ഒഴിവാക്കി നൽകിയെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് അത് യാതൊരു ഗുണവും ചെയ്യുന്നില്ല. ഈ സാഹചര്യം കേരളത്തിലെ ഭരണകക്ഷിയായ CPM-നും പ്രതിപക്ഷ പാർട്ടികൾക്കും നൽകുന്ന രാഷ്ട്രീയ അവസരങ്ങൾ ചെറുതല്ല. നെടുമങ്ങാട് കോടതി ആന്റണി രാജുവിനെ 3 വർഷത്തെ തടവിനും പിഴയ്ക്കും ശിക്ഷിച്ചപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. എന്നാൽ തൊട്ടു പിന്നാലെ സെഷൻസ് കോടതി ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് തടഞ്ഞുവെച്ചു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന നിയമവശമുണ്ട്. ശിക്ഷ മരവിപ്പിക്കുന്നത് ഒരാളെ ജയിലിൽ പോകുന്നതിൽ നിന്ന് തടയും, പക്ഷേ അയാൾ കുറ്റവാളിയാണെന്ന വസ്തുതയെ അത് മാറ്റുന്നില്ല. ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 8 പ്രകാരം 2 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിച്ച ഏതൊരു ജനപ്രതിനിധിയും ആ നിമിഷം മുതൽ അയോഗ്യനാക്കപ്പെടും. സുപ്രീം കോടതിയുടെ ലില്ലി തോമസ് കേസിലെ വിധി പ്രകാരം അപ്പീൽ നൽകിയാലും ശിക്ഷാവിധി പൂർണ്ണമായും സ്റ്റേ ചെയ്താൽ മാത്രമേ അയോഗ്യത മാറൂ. നിലവിൽ ആന്റണി രാജുവിന്റെ അയോഗ്യത നിലനിൽക്കുകയാണ്. ഇതിനർത്ഥം അദ്ദേഹത്തിന് നിയമസഭയിൽ വോട്ട് ചെയ്യാനോ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനോ സാധിക്കില്ല എന്ന് മാത്രമല്ല, വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അർഹതയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായതോടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ്. സെക്രട്ടേറിയറ്റും ഭരണസിരാ കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മണ്ഡലം തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി LDF-ൽ ജനാധിപത്യ കേരള കോൺഗ്രസിനാണ് ഈ സീറ്റ് നൽകി വരുന്നത്. എന്നാൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ലെന്ന് വരുന്നതോടെ ഈ സുപ്രധാന സീറ്റ് മറ്റൊരു ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കാൻ CPM തയ്യാറായേക്കില്ല. BJP-യും കോൺഗ്രസും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന തിരുവനന്തപുരം സെൻട്രലിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണമെന്നത് പാർട്ടിക്കുള്ളിലെ കാലങ്ങളായുള്ള ആവശ്യമാണ്. ആന്റണി രാജുവിന്റെ കേസ് അതിന് വഴിമരുന്നിട്ടിരിക്കുകയാണ്. പുറമെ ഘടകകക്ഷി നേതാവിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും ആഭ്യന്തരമായി CPM ഈ സാഹചര്യത്തെ തന്ത്രപരമായി നോക്കിക്കാണുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സെൻട്രൽ മണ്ഡലത്തിലെ വിജയം അത്യന്താപേക്ഷിതമാണ്. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു നേതാവിനെ ചുമലിലേറ്റുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും. അതിനാൽ നിയമപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആന്റണി രാജുവിനെ മാറ്റി നിർത്തുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സേഫ് എക്സിറ്റ് ആണ്. 1990-ലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ലഹരിമരുന്ന് കേസിലെ പ്രതിയായ ആൻഡ്രൂ സാൽവത്തോർ എന്ന ഓസ്ട്രേലിയക്കാരനെ രക്ഷിക്കാൻ അന്നത്തെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കോടതിയിലെ തൊണ്ടിമുതലായ അടിവസ്ത്രം വെട്ടി ചെറുതാക്കി എന്നതായിരുന്നു പരാതി. മയക്കുമരുന്ന് ഒളിപ്പിച്ചു കടത്തി അടിവസ്ത്രം പ്രതിക്ക് പാകമാകില്ലെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനായിരുന്നു ഈ നീക്കം. ഇത് വിജയിക്കുകയും പ്രതി രക്ഷപ്പെടുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയും ഫോറൻസിക് പരിശോധനയുമാണ് കേസിൽ നിർണായകമായത്. തൊണ്ടിമുതലിൽ കൃത്രിമം നടന്നുവെന്ന് ലാബ് പരിശോധനയിൽ തെളിഞ്ഞു. നീതിന്യായ വ്യവസ്ഥയുടെ കടക്കൽ കത്തിവെക്കുന്ന ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. തിരുവനന്തപുരം സെൻട്രലിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ പ്രതിപക്ഷ പാർട്ടികളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. മുൻ മന്ത്രി VS ശിവകുമാർ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ്. കൂടാതെ ശബരിനാഥനെ പോലുള്ള യുവ നേതാക്കളുടെ പേരുകളും കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. ആന്റണി രാജുവിന്റെ കേസ് അഴിമതിക്കും നീതി നിഷേധത്തിനുമെതിരെയുള്ള ആയുധമായി UDF ഉപയോഗിക്കും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ BJP-ക്ക് വലിയ വോട്ട് ബാങ്ക് ഉണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും 2ാം സ്ഥാനത്തോ ശക്തമായ 3ാം സ്ഥാനത്തോ അവർ എത്താറുണ്ട്. ആന്റണി രാജുവിന്റെ അയോഗ്യതാ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ ശൂന്യത സൃഷ്ടിക്കുമെന്നും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നും BJP-യും കരുതുന്നു. ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഒരു വ്യക്തിപരമായ പരാജയം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. പാർട്ടിയിലെ ഏക MLA-യും പ്രമുഖ മുഖവും അദ്ദേഹമായിരുന്നു. അദ്ദേഹം അയോഗ്യനാകുന്നതോടെ പാർട്ടിക്ക് LDF-ലുള്ള വിലപേശൽ ശേഷി കുറയും. സെഷൻസ് കോടതിയിൽ അപ്പീൽ തുടരുമ്പോൾ ഫെബ്രുവരി 6-ന് കോടതി എടുക്കുന്ന നിലപാടും നിർണായകമാണ്. ശിക്ഷാവിധി സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ലെങ്കിൽ ആന്റണി രാജുവിന് MLA എന്ന നിലയിലുള്ള ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഇത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെയും ബാധിക്കും. സെൻട്രൽ സീറ്റ് CPM ഏറ്റെടുക്കുകയാണെങ്കിൽ ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ? ജില്ലാ നേതാക്കൾ എന്നത് തിരുവനന്തപുരത്തെ പ്രാദേശിക സ്വാധീനമുള്ള ജില്ലാ സെക്രട്ടറി തലത്തിലുള്ള നേതാക്കളെ പാർട്ടി പരിഗണിച്ചേക്കാം. നഗരത്തിലെ വോട്ടർമാരെ ആകർഷിക്കാൻ സ്വീകാര്യനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട്. DYFI-യിൽ നിന്നോ SFI-യിൽ നിന്നോ ഉള്ള ഉയർന്നു വരുന്ന നേതാക്കൾക്ക് അവസരം നൽകി മണ്ഡലം പിടിക്കാനുള്ള തന്ത്രവും CPM ആവിഷ്കരിച്ചേക്കാം. ഒരു പൊതുപ്രവർത്തകൻ നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയുമ്പോഴും ഇത്രയും ഗൗരവകരമായ ഒരു കേസിൽ പ്രതിയായ വ്യക്തിയെ മന്ത്രിസഭയിലും നിയമസഭയിലും ഇത്രകാലം സംരക്ഷിച്ചത് എന്തിനാണെന്ന ചോദ്യം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ആന്റണി രാജുവിന് കോടതി നൽകിയ ആശ്വാസം ഒരു വെന്റിലേറ്റർ പിന്തുണ പോലെയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം സുരക്ഷിതനാണെന്ന് തോന്നുമെങ്കിലും രാഷ്ട്രീയമായി അദ്ദേഹം വൻ പ്രതിസന്ധിയിലാണ്.
ഈ പ്രതിസന്ധി CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ്. തിരുവനന്തപുരം സെൻട്രലിൽ സ്വന്തം പതാക പാറിക്കാനുള്ള നീക്കങ്ങൾ CPM ആരംഭിച്ചു കഴിഞ്ഞു. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ചെയ്ത പഴയ തിരിമറി 35 വർഷങ്ങൾക്ക് ശേഷം ആന്റണി രാജുവിനെ തന്റെ രാഷ്ട്രീയ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഫെബ്രുവരി 6-ലെ കോടതി നടപടികൾ കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കും. വിധി എന്തു തന്നെയായാലും തിരുവനന്തപുരം സെൻട്രലിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം അനിവാര്യമായിരിക്കുന്നു.